ഈ വിഷയത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. IPC വകുപ്പുകൾ പ്രകാരമാണ്. 2023 നടന്ന സംഭവമായതിനാലാണ് IPC വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 336, 338 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒരാളുടെ ജീവന ഭീഷണിയാകും വിധം ഉള്ള പ്രവർത്തികൾ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മുറിവ് വരുത്തി എന്നതടക്കമുള്ള ജീവന ഭീഷണിയാകും വിധമുള്ള മുറിവ് വരുത്തി തുടങ്ങിയ 2 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിലാണ് ഈ സുമയ്യയും കുടുംബവും പ്രതിഷേധിക്കുന്നത്. DMO ഓഫീസിലേക്ക് അവർ എത്തിയിരുന്നു. അപ്പോൾ DMO അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഇവർ ഇവിടേക്ക് എത്തിയത്. ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടറും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം പാറശാലയിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും പങ്കെടുക്കുന്ന ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങുണ്ട്. അവിടെയാണുള്ളത്. അതിനാൽ തന്നെ ഇവരെ ആരെങ്കിലും നേരിട്ട് വന്ന് കാണുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. സുമയ, ഈ സമരം ഇവിടെ ഇരുന്ന് ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? അതെ, തീർച്ചയായും. കണ്ടിട്ട് നീതി വേണം, കണ്ടിട്ടേ പോകത്തുള്ളൂ. അല്ല, ഇവിടെ വരുമ്പം നിങ്ങളോട് എന്താണ് പറയുന്നത്? ഇവിടെ വന്നായിരുന്നു മെനങ്ങാന്ന് പരാതി കൊടുക്കാൻ. അപ്പം DM ഓഫീസിൽ കൊടുക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫോർവേഡ് ചെയ്യണമെന്നാണ് പറഞ്ഞു. അങ്ങനെ ഇതുവരെയ്ക്ക് ഇവിടെ വന്ന് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഇതെന്ന് അറിയാൻ എനിക്ക് നേരിൽ കണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അല്ല, ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് എടുത്ത നടപടിയിൽ രാവിലെ മൊഴി എടുത്തിരുന്നതിന് ശേഷം ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തു. ഒരാളുടെ ജീവന് ഭീഷണിയാകും വിധമുള്ള പ്രവർത്തികൾ ചെയ്തു എന്നുള്ള തരത്തിലാണ് കേസ്. അതിനെങ്ങനെ കാണുന്നു? തീർച്ചയായും അത് ഡോക്ടർ എന്നെ ചെയ്തത് സമ്മതിച്ചിട്ടുള്ളതാണ്. എനിക്ക് എന്നിൽ കിടക്കുന്ന ഗൈഡ് വെയറുമായിട്ട് എനിക്കിതിനുള്ളൊരു തീരുമാനം ഉണ്ടാക്കി തരണം. എനിക്കിതിനുള്ള നഷ്ടപരിഹാരം വേണം. ഇനി ഇതുപോലെ ആർക്കും വരുത്തരുത്. ഡോക്ടറിന് വരെ ഇതിനുള്ള കേസ് കൊടുക്കണം. നിലവിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി പാറശാലയിലുണ്ട്. അപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം അവിടേക്ക് പോയി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ അവർ മടങ്ങി എത്തും വരെ ഇവിടെ തന്നെ തുടരുമോ? അതെ, കണ്ടിട്ട്. ശരി. അമൽ